പൊയ്യാറമഠം. ഓം ശ്രീ വിഷ്ണുമായി നമഃ. ഞാൻ ഷെറിൻ, പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം. ഓരോരുത്തർക്കും ജീവിതത്തിൽ മനസ്സമാധാനമാണ് വേണ്ടത്. ഒരുപാട് സമ്പത്തുണ്ടാക്കുക, സമൃദ്ധി ഉണ്ടാക്കുക, വലിയ രീതികളിലുള്ള അച്ചീവ്മെൻറ്റിലേക്ക് എത്തുക എന്ന് പറയുന്നതല്ല ഓരോ വ്യക്തിയും ചിന്തിക്കുന്നത്. പൊയ്യാറമഠത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ അവരോട് പറയാറുള്ളത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സമാധാനം വേണം. അതിന് നമുക്ക് സാമ്പത്തികം അത്യന്താപേക്ഷികമാണ്. പക്ഷേ അത് വിചാരിച്ച് ഒരുപാട് പണത്തിന് വേണ്ടി നമ്മളിങ്ങനെ വെട്ടിപ്പിടിക്കുന്ന ഒരാളായിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. നല്ല ആരോഗ്യം ഉണ്ടാവുക, നല്ല കുടുംബം ഉണ്ടാവുക, നല്ല നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളും നമുക്കുണ്ടാവുക. അങ്ങനെ നമുക്കുണ്ടായി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അതിശക്തമായിട്ടുള്ള മാന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കാറ്. അതിൻ്റെ ഒപ്പം ഒന്നും കൂടിയും അവരോട് ഞാൻ ഓർമ്മപ്പെടുത്താറുണ്ട്, മരിക്കാനായിട്ട് നമുക്ക് സയൻസിൻ്റെ സപ്പോർട്ടുണ്ട്. കാരണം എന്താ, ഇപ്പം മരിക്കണമെന്ന് നമ്മൾ വിചാരിച്ചാൽ അതിന് വേണ്ട ഓപ്ഷൻസ് ആയിട്ട് വിഷം കഴിച്ചു മരിക്കാനായാലും തൂങ്ങി മരിക്കാനായാലും വേറെ ഏത് രീതികളിലായാലും നമ്മളിലേക്ക് അതിനു വേണ്ട സയൻസിൻ്റെ സപ്പോർട്ട് കൊണ്ട് എത്രയും പെട്ടെന്ന് മരിക്കാനുള്ള സാഹചര്യം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് ജീവിക്കാൻ വളരെ വേഗത്തിൽ തന്നെ മുന്നോട്ട് വിജയിച്ചു വരാൻ എന്താണ് നമുക്ക് സയൻസിൻ്റെ ഭാഗമായി സപ്പോർട്ടായിട്ടുള്ളത്? ഒന്നുമില്ല. നമുക്ക് ആരോഗ്യം ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞാലും, നമുക്ക് നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാലും, ഇന്ന പ്രോട്ടീൻസ് കിട്ടി നമ്മൾ വളരെ പവർഫുള്ളായിട്ടിരിക്കുക എന്ന് പറഞ്ഞാലും, വിജയം എന്ന് പറയുന്ന ആ മനസ്സമാധാനം എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ അത്യന്താപേക്ഷിതമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നത് നമുക്ക് നല്ല ശരീരവും നല്ല സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടാനുള്ള ഭക്ഷണം കഴിക്കുമ്പോഴല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സെന്ന് പറയുന്ന, നമ്മളെ ചിന്തകൾ എന്ന് പറയുന്നതിനെ അതിനനുസൃതമായിട്ട് മാറ്റുമ്പോഴാണ്. അപ്പം ഇത് എവിടെന്നാ വരണേ? ഇത് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ സയൻസിനേക്കാൾ അപ്പുറത്തുള്ള ഈ സ്പിരിച്വാലിറ്റിയെ മനസ്സിലാക്കാനും അതിൻ്റെ ഭാഗമായിട്ടും പോകുന്നത്. മനസ്സമാധാനം വലിയൊരു കാര്യം തന്നെയാണ്. എല്ലാവർക്കും നല്ലൊരു മനസ്സമാധാനം ഉണ്ടാവട്ടെ. അതിന് പൊയ്യാറമഠത്തിലെ വിഷ്ണുവായ സ്വാമിയും ചാത്തന്മാരും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു.